നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മറ്റൊരു ഗായത്രി മന്ത്രം ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഗായത്രി മന്ത്രങ്ങൾ ഉപാസനയ്ക്ക് ജപിക്കാൻ സാധിക്കുന്ന ലളിതമായ മന്ത്രങ്ങളാണ്. ഏതൊരു സാധാരണക്കാർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് ഗായത്രി. ഓരോ ദേവീദേവന്മാരുടെയും ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അതാത് ദേവീദേവന്മാരുടെ ഗായത്രി മന്ത്രങ്ങളെ ജപിക്കുന്നത് കൂടുതൽ ഫലസിദ്ധി നൽകുന്നതാണ്. ഇതിനു മുമ്പ് നാം നിരവധി ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു. കൃത്യം 7 മണിക്ക് എല്ലാ ദിവസവും ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഗായത്രി മന്ത്രങ്ങളും ഇനി പരിചയപ്പെടുത്തുന്ന ഗായത്രി മന്ത്രങ്ങളും എല്ലാം കേട്ട് പഠിക്കുക. അതായത് ദേവീദേവന്മാരുടെ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് അതായത് ദേവീദേവന്മാരുടെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക. ജപസാധനയിലൂടെ നമുക്ക് ഉന്നത ജീവിത നിലവാരം പുലർത്താനും മാനസികമായിട്ട് ഉന്നതമായ നിലവാരത്തിലെത്താനും ഒക്കെ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഗായത്രി മന്ത്രങ്ങൾ എല്ലാവരെയും സഹായിക്കും. അതിനാൽ എല്ലാവരും ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഇന്ന് അഗ്നി ഭഗവാന്റെ ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഓജസ്, തേജസ്, ബലം, ആകർഷണത്വം എന്നീ ഫലങ്ങൾ ലഭിക്കാനായിട്ട് നമുക്ക് അഗ്നി ഭഗവാനെ പ്രാർത്ഥിക്കാം. അഗ്നി ഗായത്രി മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഓജസ്, തേജസ്, ശാരീരിക ബലം, ആകർഷണത്വം എന്നീ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം മഹാജ്വലായ വിദ്മഹേ അഗ്നിദേവായ ധീമഹി തന്നോ അഗ്നി പ്രചോദയാത്. 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 ഇപ്രകാരം ഓജസ്, തേജസ്, ആകർഷണത്വം കൂടാതെ ശരീരബലത്തിനുമായിട്ട് നമുക്ക് അഗ്നി ഭഗവാനെ നിത്യം ഭജിക്കാവുന്നതാണ്. അഗ്നി ഭഗവാനെ നിത്യം ഭജിക്കുമ്പോൾ കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ ദിവസവും 9 തവണ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അഗ്നി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. ഉപാസനയ്ക്കായിട്ട് നമ്മളുടെ സമയത്തിനനുസരിച്ച് കൂടുതൽ തവണകളിൽ ജപിക്കാം. 21, 36, 41, 108 ഒക്കെ തവണകളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലത്തെ നൽകുന്നതാണ്. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ തീർച്ചയായിട്ടും ജപിക്കുന്ന ഒരാൾക്ക് അഗ്നിദേവന്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. അഗ്നി ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഈ മന്ത്രത്തെ ജപിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് സഹായകമാകും. നമുക്ക് കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്തുകൊണ്ട് ഈ ചാനലിനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ നമസ്കാരം.